السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഖത്തീബ് അറിയേണ്ടതും പാലിക്കേണ്ടതും എന്ന വിഷയത്തിൻ്റെ തുടർഭാഗം. അർക്കാനുകൾക്കിടയിൽ അറബിയേതര ഭാഷ ഉപയോഗിക്കുമ്പോൾ ദീർഘമായാൽ അതുകൊണ്ട് മുവാലാത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞല്ലോ. ഖുതുബ അറബി ഭാഷയിലാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൽ മുറാദു അർക്കാനുഹുമ, രണ്ട് ഖുതുബയുടെയും റുക്കുനുകൾ അറബി ഭാഷയിലാവണം എന്നാണ്. അതുകൊണ്ട് യുഫീദു അന്നഹു ലൗകാന മാ ബൈന അർക്കാനിഹിമാ ബിഗൈരിൽ അറബിയ്യത്തി ലം യദുറ, അർക്കാനുകൾക്കിടയിലുള്ള ഒന്ന് അറബി അല്ലാത്ത ഭാഷയിലായതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നം ഇല്ല എന്ന് ഇത് മനസ്സിലാക്കി തരുന്നു. വയജിബു വിഫാഖല്ലി മുഹമ്മദ് റംലി, ഇമാം റംലി തങ്ങൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയുമ്പോൾ നിർബന്ധമായത് അന്ന മഹല്ലഹു, അറബിയേതര ഭാഷ അർക്കാനുകൾക്കിടയിൽ കൊണ്ടുവന്നാൽ കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ സന്ദർഭം ഇദാലം യുത്രിൽ ഫസ്ല ബിഗൈരിൽ അറബിയ്യത്തി, അറബി അല്ലാത്തത് കൊണ്ട് വിട്ടുപിരിയൽ ദീർഘമാകാത്തപ്പോഴാണ്. അക്കല്ല് മുംകിനായ രീതിയിലുള്ള 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ ഖദറിലേക്ക് 1.5 മിനിറ്റിലേക്ക് എത്താത്തപ്പോഴാണ്. ഇല്ല, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ലറ, അതും പ്രശ്നം തന്നെയാണ്. കനലി ഖിലാലിഹി ബിൽ മുവാലാത്തി കസുക്കൂത്തി ബൈനിൽ അർക്കാനി ഇതാ താല, റുക്കിനുകൾക്കിടയിൽ സുക്കൂത്തായാൽ, ഒന്നും മുണ്ടാതെ നിന്നാൽ അതും ദീർഘമായാൽ പ്രശ്നമായതുപോലെ മുവാലാത്ത് കൊണ്ടും ഇങ്ങനെ ഭംഗം വരുത്തിയാൽ പ്രശ്നമാണ്. മുവാലാത്ത് കൊണ്ട് ഭംഗം വരുന്നത് കൊണ്ട് അറബിയേതര ഭാഷയിൽ ദീർഘമാക്കിയാൽ അത് ഖുതുബന്റെ സാധുതയെ ബാധിക്കും എന്നാണ് ഇമാം റംലി തങ്ങൾ പറയുന്നത്. കാരണം ജാമിഇ അന്ന ഗൈറൽ അറബിയ്യി ലഗ്വുൻ ലാ യുഹ്സബു, അറബിയല്ലാത്ത ഭാഷ ലഗ്വാണ്. ലഗ്വാവുമ്പോൾ ലാ യുഹ്സബു, അതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ ഒരു ഫായിദയും ഇല്ലാത്ത കാര്യമാണ് ഈ അറബി അല്ലാത്തത്. അങ്ങനെ ഒരു ഫായിദയും ഇല്ലാത്തത് കൊണ്ടുവരുമ്പോൾ അതിനെ എണ്ണപ്പെടുകയില്ല. ലിഅന്ന ഗൈറൽ അറബിയ്യി ലാ യുജിസിഉ മഅൽ ഖുദ്റത്തി അലൽ അറബി, അറബിയിൽ കൊണ്ടുവരാൻ കഴിയുമ്പോൾ അറബി അല്ലാത്തത് മതിയാവൂലല്ലോ. ഫഹുവ ലഗ്വുൻ, അപ്പോൾ അത് ലഗ്വല്ലേ. അപ്പോൾ ആ ലഗ്വ ആയതുകൊണ്ട് അത് ദീർഘമാകാൻ പാടില്ല. ഇതാണ് ഇമാം റംലി തങ്ങളുടെ നിലപാട്. ഇവിടെ ഐൻഷീന് അതുപോലെ ഷെർവാനി ജമലൊക്കെ പറയുന്നത് വൽ ഖിയാസു അദമുൽ ളററി മുത്ലഖൻ, അറബിയേതര ഭാഷയിൽ അർക്കാനുകൾക്കിടയിൽ കൊണ്ടുവന്ന കുഴപ്പമില്ല, മുത്തലക്കൻ ദീർഘമായാലും ഇല്ലെങ്കിലും എന്നതാണ് ഖിയാസ്. വയുഫ്റഖു ബൈനഹു ബൈന സുക്കൂത്തി, സുക്കൂത്തിൻ്റെയും അറബിയേതര ഭാഷൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെടും ബി അന്നഫി സുക്കൂത്തി ഏറാവൻ അനിൽ ഖുതുബത്തി ബിൽ കുല്ലിയ, അർക്കാനുകൾക്കിടയിൽ മിണ്ടാതിരുന്നാൽ അവിടെ പൂർണ്ണമായും ഖുതുബയെ തൊട്ട് തിരിഞ്ഞു കളയുക എന്ന വിഷയമുണ്ട്. ബിഖിലാഫി ഗൈരിൽ അറബിയ്യി, അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരുമ്പോൾ അക്കാര്യം ഇല്ല. ഫഇന്ന ഫീഹി വഅളൻ ഫിൽ ജുംല, അറബി അല്ലാത്ത ഭാഷയിലാണെങ്കിലും മൊത്തത്തിൽ വഅളുണ്ടല്ലോ, ഉപദേശമുണ്ടല്ലോ. ഫലാ യഖ്റുജു ബിദാലിക കൗനിഹി മിൽ ഖുതുബത്തി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറബി അല്ലാത്ത ഭാഷ കൊണ്ടുവന്നാൽ അത് ഖുതുബയാക എന്നതിനെ തൊട്ട് പുറപ്പെടുകയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതിലെ പ്രബല വീക്ഷണം ഇമാം റംലി തങ്ങൾ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുക. ജമൽ 2:27, ഷെർവാനി 2:450, നിഹായയുടെ ഹാഷ്യ ഐൻഷീൻ 2:317, ഇവയിലൊക്കെ ഇക്കാര്യം കാണാം. ദുആ ഖുതുബയുടെ അർക്കാനിൽപ്പെട്ടതാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനാത്തിന് വേണ്ടിയും ഉഖ്റവിയായ കാര്യം കൊണ്ടുള്ള ദുആ,
അതുപോലെ തന്നെ വയുസന്നു ദുആഉലി ഉലാത്തി സ്വഹാബത്തി ഖത്അൻ, സഹാബികളിലെ ഉലാത്തിന് വേണ്ടി അധികാരം കൈയാളിയുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്ത സുന്നത്തുണ്ട്, ഖത്അൻ ഖിലാഫില്ല. വകദാലി ഉലാത്തിൽ മുസ്ലിമീന വ ജുയൂഷിഹിം, ഇപ്രകാരം തന്നെയാണ് മുസ്ലിങ്ങളിലെ അധികാരസ്ഥർക്കും സൈന്യങ്ങൾക്കും ഒക്കെ ദുആ ചെയ്യുക. ബിസ്വലാഹി വൻ നസ്രി വൽ ഖിയാമി ബിൽ അദ്ലി, അവർക്ക് നന്മ കൈവരൽ കൊണ്ടും സഹായം ലഭ്യമാകൽ കൊണ്ടും നീതി കൊണ്ട് നിൽക്കാൻ അവർക്ക് സാധ്യമാവണം എന്നതുകൊണ്ടൊക്കെ ദുആ ചെയ്യുക. വഫി തവസ്സുത്തി, ഇമാം മദ്രഇ തങ്ങളുടെ തവസ്സുത്ത് എന്ന ഗ്രന്ഥത്തിലുണ്ട്, ഫയുസ്തർത്തു അല്ലാ യുതീലഹു, ഈ ദുആഇനെ നീട്ടാതിരിക്കൽ ഷർത്താണ്. ഇതാലത്തൻ യഖ്തഉൽ മുവാലാത്ത, മുവാലാത്തിനെ മുറിക്കുന്ന നീട്ടൽ. കമാ യഫ്അലുഹു കസീറു മിനൽ ഖുതബാഇൽ ജുഹാൽ, വിവരമില്ലാത്ത ധാരാളം ഖത്തീബുമാർ അങ്ങനെ ചെയ്യാറുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് തവസ്സുത്തിൽ കാണാം. ഫത്തുൽ മുഈൻ 140, ബുസ്റുൽ കരീം 277. വദ്ദുആഉ ലിസുൽത്താനി ബിഖുസൂസിഹി ലാ യുസന്നു ഇത്തിഫാഖൻ, രാജാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യലൊന്നും സുന്നത്തില്ല. പക്ഷേ ഇല്ലാമാ ഖശിയത്തി ഫിത്നത്തിൻ, ദുആർക്കാഞ്ഞ ഫിത്നയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫൈജിബ് നിർബന്ധമാണ്. വസറഹൽ ഖാദി ബി അന്ന ദുആ ലി ഉലാത്തിൽ അംരി ലാ യഖ്തഉൽ വിലാഅ, ഇമാം ഖാദി ഹുസൈൻ തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഉലാത്തുൽ അംറിന് വേണ്ടി കൈകാര്യകർത്താക്കളായ ആളുകൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യൽ, നേരത്തെ പറഞ്ഞ ഉലാത്തുൽ മുസ്ലിമീൻ, ഉലാത്തു സഹാബത്ത്, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ദുആ ലാ യഖ്തഉൽ വിലാഅ, അത് ഈ മുവാലാത്തിനെ മുറിക്കൂല എന്നാണ് ഇമാം ഖാദി ഹുസൈൻ തങ്ങൾ വ്യക്തമാക്കുന്നത്. മാലം യഖ്തഅ നളമൽ ഖുതുബത്തി, ഖുതുബയുടെ ആ ഘടനയെ തന്നെ മുറിക്കാത്തപ്പോൾ, അത്രയും ഖുതുബന്റെ ഘടനയെ മുറിക്കുന്ന വിധത്തിൽ ദുആ ചെയ്യുമ്പോഴാണ് മുവാലാത്തിനെ മുറിക്കുന്ന അവസ്ഥ വരിക. അപ്പം അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നർത്ഥം. ഫത്ഹുൽ മുഈന് 140, ഇസ്മിദുൽ ഐനൈനി 79, ബുസ്റുൽ കരീം 27, യാനത്ത് 267. അർക്കാനുകൾക്കിടയിൽ മുവാലാത്ത് വാജിബാണ് എന്നുള്ളത് ഷാഫി മദ്ഹബിലെ അസഹായ അഭിപ്രായമാണ്, ജദീദായ അഭിപ്രായമാണ്. വസാനി വഹുവൽ ഖദീമു അന്നൽ മുവാലാത്ത മുസ്തഹബത്തുൻ, അർക്കാനുകൾക്കിടയിൽ മുവാലാത്ത് സുന്നത്താണ് എന്നാണ് അസഹിൻ്റെ മുഖാബല ഖദീമായ ഖൗല് സാനി പറയുന്നതും. ഷറഹുൽ മുഹദ്ദബ് 439. അതുപോലെ തന്നെ ഖുതുബ അറബി ഭാഷയിലായിരിക്കുക എന്നുള്ളത്, അവിടെയും ഖിലാഫുണ്ട് നമ്മുടെ മദ്ഹബിൽ. ഹൽ യുസ്തർത്തു കൗനുൽ ഖുതുബത്തി ബിൽ അറബിയ്യത്തി, ഖുതുബ അറബി ഭാഷയിലാവൽ ഷർത്തുണ്ടോ? ഫീഹി തരീഖാനി അസഹുമാ വബിഹി ഖതഅൽ ജുംഹൂറു യുസ്തർത്തു, അറബി ഭാഷയിലാവൽ ഷർത്താണ്. കല്ലി അന്നഹു ദിക്റു മഫ്റൂളുൻ ഫശുരിത ഫീഹിൽ അറബിയ്യത്തു കത്തശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാമി, അത്തഹിയാത്ത് തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ പോലെ അറബിയത്ത് ഷർത്താണ്, ഫർളായ ദിക്റാണ്. അതുകൊണ്ട് ഖുതുബ അറബിയിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. സാനി പറയുന്നു, ഫീഹി വജ്ഹാനി ഹക്കാഹുമാ ജമാഅത്തു മിൻഹുമുൽ മുതവല്ലിയു അഹദുഹുമാ ഹാദാ വസാനി മുസ്തഹബ്ബുൻ. സാനിയായ ഖൗല് അറബി ആവാന്നുള്ളത് സുന്നത്താണ്, വലാ യുസ്തത്തു ഷർത്തില്ല. ലിഅന്നൽ മഖ്സൂദ അൽ വഅളു വഹുവ ഹാസിലുൻ ബികുല്ലി ലുഗാത്തി, ഖുതുബ കൊണ്ട് ഉദ്ദേശം വഅളാണല്ലോ, അത് ഏതു ഭാഷ കൊണ്ടും കരസ്ഥമാകും എന്നാണ് ഇവർ പറയുന്നത്.
ഷറുൽ മുഹദ്ദബ് 4522, ഫത്ഹുൽ അസീസ് ഷർഹുൽ വജീസ് 4579, ഹില്യത്തുൽ ഉലമ ഫി മഅരിഫത്തി മദ്ഹബിൽ ഫുഖഹ ഇമാം ഖഫാൽ തങ്ങളുടേതാണ്. അതിൻ്റെ 1298. വഫീഹി വജ്ഹുൻ ആഖറു അന്നഹ തജൂസു ബിസാഇരിൽ ലുഗാത്തി, ഏത് അറബി അല്ലാത്ത മറ്റു എല്ലാ ഭാഷയിലും നിർവഹിച്ചാലും അത് ഖുതുബ ജായിസാണ് എന്നാണ് ഹില്യത്തുൽ ഉലമയിൽ കൊടുത്തിട്ടുള്ളത്. ഖുതുബൻ്റെ വേളയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പാട്ടപ്പിരിവ് നടക്കാറുണ്ട്. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലഗവായ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. മൻ മസ്സൽ ഹസ ഫഖദ് ലഗ, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് കാനഫി അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കാലത്ത് യുഫ്രസുൽ മസ്ജിദു ബിൽ ഹസബത്തി വയൽ ഹസസിറാറു മിസ്ലൽ അദസി ഔ അക്ബറ ഖലീലൻ ഔ അഖല്ല, ചെറിയ ഈ കടലമണി പയറുമണി പോലെയൊക്കെയുള്ള ചരക്കല്ലുകളാണ് പള്ളിയിൽ വിരിക്കപ്പെടാറുള്ളത്. ഇന്നത്തെ പോലെയുള്ള ടൈല്, മാർബിൾ, കാർപ്പറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ ഇന്ന് നമ്മൾ വിരിക്കുന്നത് പോലെ ഇവയാണ് അവിടെ വിരിക്കാറുള്ളത്. ഫകാന ബഅദുൻ നാസി റുബമ യഅബസു ബിൽ ഹസ യുഹദ്ദിഖുഹാ ബിയദിഹി ഔ യംസഹുഹാ ബിയദിഹി ഔ മാ അശ്ബഹ ദാലിക. അപ്പോൾ ചില ആളുകൾ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കും, കൈകൊണ്ട് ഇങ്ങനെ അനക്കുക, അതല്ലെങ്കിൽ കൈകൊണ്ട് അതിൻ്റെ മേലങ്ങ തടവുക, അതുപോലെയുള്ള കാര്യങ്ങൾ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും ഹസയെ തൊട്ടാൽ, അവൻ അതിനെ തടഞ്ഞാൽ, തൊട്ടാൽ അവൻ ലഗ്വ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ ഫാത്തഹു അജ്റുൽ ജുമുഅത്തി, ജുമുഅയുടെ കൂലി അവനക്ക് നഷ്ടപ്പെടുന്നതാണ്. ലഅന്ന മസ്സൽ ഹസ യുൽഹിഹി അനിൽ ഇസ്തിമാഇ ലിൽ ഖുതുബ, ഈ കല്ലുമങ്ങനായിട്ടുള്ള കളി അത് ഖുതുബയെ ശ്രദ്ധിക്കലിനെ തൊട്ട് അവനെ ജോലിയാക്കി കളയും. വമൻ ലഗ ഫലാ ജുമുഅത ല, ജുമുഅയുടെ കൂലി നഷ്ടപ്പെട്ടാൽ പിന്നെ അവനക്ക് ജുമുഅ ഇല്ലല്ലോ. യുഹരിമു സവാബൽ ജുമുഅത്തില്ലത്തി ഫുളിലത്ത് ബിഹ ഹാദിഹിൽ ഉമ്മത്തു അലാ ഗൈരിഹ, മറ്റു സമുദായങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയതാണ് ജുമുഅ കൊണ്ട് ഈ ഉമ്മത്തിന്. ആ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ ഉമ്മത്തിനക്ക് നൽകപ്പെട്ട ജുമുഅയുടെ പ്രതിഫലത്തെ ഈ പ്രവർത്തനം തടയും. ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് സമാനമായ ഖുതുബയെ ശ്രദ്ധിക്കുന്നതിനെ തൊട്ട് ജോലിയാക്കി കളയുന്ന ഏതു പ്രവർത്തനങ്ങളും ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തിയാൽ അത് ജുമുഅന്റെ കൂലിയെ നഷ്ടപ്പെടുത്താൻ ഇടവരുത്തും. അപ്പോൾ ഈ പാട്ടപ്പിരിവൊക്കെ അങ്ങനെ ഈ ഇസ്തിമാഉൽ ഖുതുബക്ക് തടസ്സമായി, ഖുതുബ ശ്രദ്ധിക്കുന്നതിന് തടസ്സമായി വരുന്നുണ്ടെങ്കിൽ ലഗവാണ്, ആ പ്രവർത്തനം കൂലി നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് പറയേണ്ടതില്ല. റിയാദുസ് സാലിഹിൻ്റെ ഷർഹ് 2180 ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങളെ പണ്ഡിതന്മാർ തടയാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജുമുഅ നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തുകളിൽ ഓതുന്ന സൂറത്തുകൾ സബ്ബിഹിസ്മ അഹ്ലതാക, അതല്ലെങ്കിൽ ജുമുഅ, മുനാഫിഖൂന, ഇവ ഓതുന്ന സമയത്ത് നമ്മുടെ ഇമാമുകളിൽ പലവരും ചെയ്യാറുള്ള ഒരു പ്രവർത്തനം, മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി നൽകുന്ന ആ സമയം, അത്രയും സമയം ഈ സൂറത്തുകളുടെ ഏതാനും ഭാഗം പതുക്കെ ഓതുകയും ബിസ്മി അടക്കം, ചിലവർ ബിസ്മി ആദം ഉറക്കനെ ഓതി പിന്നെ കുറച്ച് ഭാഗം പതുക്കെ ഓതി പിന്നെ ഉറക്കനെ ഓതുന്ന ശൈലിയുണ്ട്. ആ ബിസ്മി മാത്രം ആദ്യം ഉറക്കെ ഓതുന്നതിന് പ്രത്യേകിച്ച്
കാരണങ്ങളൊന്നുമില്ല, ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതുന്ന അത്രയും സമയം ഈ പതുക്കെ ഓതി പിന്നെ ബാക്കിയുള്ളത് ഉറക്കനെ ഓതുന്ന രീതി പലവരും ചെയ്തു വരാറുണ്ട്. തർശീഹ് പേജ് 63 ഫത്താവൽ കുബ്രയെ തൊട്ട് നക്കലായി കൊടുത്ത ഒരു കാര്യം കാണാം. ഇങ്ങനെ ജുമുഅ, മുനാഫിഖൂന, അതല്ലെങ്കിൽ സബ്ബിസ്മ അല്ലാത്താക്ക ഇത് വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഓതുമ്പോൾ ഇപ്രകാരം ചെയ്യാറുണ്ട്. അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ പതുക്കെ കുറച്ചു ഭാഗം ഓതിയിട്ട് പിന്നെ ആദ്യം മുതൽക്കു തന്നെ ഉറക്കനെ ഓതുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സുക്കൂത്തിൽ ഓതിയിട്ട് പിന്നെ സുമ്മ യഖ്റഉ സൂറത്ത ബി കമാലിഹ, പിന്നെ ആ സൂറത്തിനെ പൂർണ്ണമായിട്ടും ആദ്യം മുതൽ ഓതുക. വലാസറലി തക്കിരീരി, അപ്പം പിന്നെ രണ്ടാമത് പതുക്കെ ഓതിയത് വീണ്ടും ഉറക്കന് മുമ്പ് മടക്കൽ വരൂലേ, അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറഅ ഫി സുബ്ഹി, റസൂലുള്ളാഹി ഒരു സുബ്ഹി നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട് ഇദാ സുൽസിലത്ത് മറത്തൈൻ, 2 വട്ടം. കുല്ലു മറത്തിൻ ഫി റകഅത്തിൻ, ഓരോ വട്ടവും ഒരു റകഅത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ വട്ടം 2 വട്ടം അങ്ങനെ ഓതി. അപ്പം അതുകൊണ്ട് ഓതിയനെ കൊണ്ട് മടക്കി എന്നുള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ യാനത്ത് 1:148 ഐൻഷീനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. ഐ ഫ യഖ്റഉ മസലൻ, അപ്പോൾ അവൻ ഓതണം ബഅദ സൂറത്തില്ലത്തി യുരീദു ഖിറാഅതഹ സിർറൻ, അവൻ ശേഷം ഓതാൻ ഉദ്ദേശിക്കുന്ന സൂറത്തിൻ്റെ അല്പം സിറായിട്ട് ഓതുക. ഫി സമനി ഖിറാഅത്തിൽ മഅ്മൂമീന, മഅ്മൂമിങ്ങൾ ഫാത്തിഹ ഓതുന്ന സമയത്ത്. സുമ്മ യുക്കമ്മിലുഹ ജഹറൻ, പിന്നെ അതിനെ ഉറക്കനെ പൂർത്തീകരിക്കുക, ബാക്കിയുള്ളത് ഉറക്കനെ ഓതുക. അത് ചെയ്താൽ മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഐൻഷീനെ തൊട്ട് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചില ഇമാമുകൾ ചെയ്യുന്നതിന് ഈ ഇയാനത്ത് പറഞ്ഞത് തെളിവാക്കാം. എന്നാൽ ഫത്താവൽ കുബറ പറഞ്ഞതിനെ തർശീഹ് ഉദ്ധരിക്കുമ്പോൾ കൂടുതൽ അംഗീകൃതമായ വീക്ഷണം അതാണെന്ന് മനസ്സിലാക്കാം. ഇയാനത്ത് 1:148, തർശീഹ് 63. ജുമുഅ നിർബന്ധമുള്ളവന്റെ മേൽ നിഷിദ്ധമാണ് യാത്ര പോകൽ. അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടൂല, അവൻ മുത്തവത്തിനല്ലാത്തത് കൊണ്ട്. പക്ഷേ അവൻ മുഖീമായതുകൊണ്ട് ജുമുഅ നിർബന്ധമാണ്. നാട്ടിൽ താമസിക്കുന്ന ഒരാളാണ്, അവിടെ വീട് കെട്ടി താമസിക്കുന്നവനാകുമ്പോഴാണ് അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടുക. ജുമുഅ സഹിയാകണമെങ്കിൽ അവൻ വേണം. നേരെ മറിച്ച് മുത്തവത്തിനൊന്നുമല്ല, വീട് കെട്ടി താമസിക്കുന്നവനല്ല, അവൻ അവിടെ താമസിക്കുന്നുണ്ട്, അപ്പോൾ അവനക്ക് ജുമുഅ നിർബന്ധമാണ്. ഏത് നിലക്കാണെങ്കിലും ജുമുഅ നിർബന്ധമുള്ളവന്റെ മേൽ ഹറാമാണ് സഫറുൻ തഫൂത്ത് ബിഹിൽ ജുമുഅത്തു, ജുമുഅ നഷ്ടപ്പെടും വിധത്തിൽ യാത്ര പോകൽ. കാൻ തന്നെ അന്നഹു ലാ യുദ്രികുഹാ ഫീ തരീഖിഹി ഔ മഖ്സദിഹി, അവൻ യാത്ര ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചോ അതല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ജുമുഅനെ എത്തിക്കൂല എന്നോ വിചാരിച്ചാൽ, അങ്ങനെ ഒരു ഭാവന വന്ന ആ യാത്ര ഹറാമാണ്. വലോകാന സഫറു താഅത്തൻ മന്ദൂബൻ ഔ വാജിബ, ആ യാത്ര സുന്നത്തായ യാത്രയാണ്, ഇബാദത്തായ യാത്രയാണ്, നിർബന്ധമായ യാത്രയാണ് എന്നൊന്നും ഇതിൽ വ്യത്യാസമില്ല. സിയാറത്തിന് പോവുക, ഹജ്ജിന് പോവുക, ഏതാണെങ്കിലും ഈ യാത്ര ഹറാമാണ്. ബഅദ ഫജ്രിഹ, വെള്ളിയാഴ്ച ഫജ്റു സാദിഖ് വെളിവായ ശേഷം, സുബ്ഹിന്റെ സമയമായ ശേഷം യാത്ര ഹറാമാണ്. ഇല്ലാ ഇൻ ഖശിയ മിൻ അദമി സഫരിഹി ളററൻ, അവൻ യാത്ര പോയില്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തെ ഭയപ്പെട്ടാൽ ഒഴികെ. ആ പ്രയാസം ഏതുപോലെ, കങ്കിത്താഇഹി അനി റുഫഖത്തി, അവൻ അവൻ്റെ കൂട്ടുകാരെ തൊട്ട് ഒറ്റപ്പെടും. അങ്ങനെ വരുമ്പോൾ അവൻ ഒറ്റക്ക് പോകേണ്ട ഗതികേട് വരും. ആ ഒരു സാഹചര്യത്തിൽ അവനക്ക് പോകാം. അതല്ലെങ്കിൽ അതുപോലെ സമാനമായ എന്തെങ്കിലും പ്രയാസം, ഇടങ്ങേറ് പോയില്ലെങ്കിൽ അവനക്കുണ്ടെങ്കിൽ അവനക്ക് പോകാം, അല്ലെങ്കിൽ പോകൽ ഹറാമാണ്. ഫത്ഹുൽ മുഈന്
149. ഇതാണ് ഇതിലെ മുഅ്തമദ്. ഇവിടെ മറ്റൊരു വീക്ഷണമുണ്ട്. അതൊക്കെ പറയുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ അവ പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. വമൻകാന മിൻ അഹ്ലിൽ ജുമുഅത്തി, ഒരാൾ ജുമുഅ നിർബന്ധമുള്ള ആളാണ്. വ അറാദ സഫറ ബഅദ സവാലി, ഉച്ചയ്ക്ക് ശേഷം ജുമുഅന്റെ സമയം ളുഹറിന്റെ സമയമായ ശേഷം യാത്ര ഉദ്ദേശിക്കുകയും ചെയ്തു അവൻ. എന്നാൽ ലം യജുസു ലഹു, അവൻക്ക് ജായിസല്ല ആ യാത്ര. ഇല്ലാ ഇൻ തമക്കനഹുൽ ജുമുഅത്തു ഫി തരീഖിഹി, പോകുന്ന വഴിയിൽ ജുമുഅ സാധ്യമായാൽ ഒഴികെ. ഔ യതളററ ബിതഖല്ലുഫിഹി, അതല്ലെങ്കിൽ അവൻ പിന്തൽ കൊണ്ട് അവൻ പ്രയാസപ്പെടും. അനി റുഫഖത്തി, അവൻ്റെ കൂട്ടുകാരെ തൊട്ട്, കൂട്ടുകാരൻ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട്. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ അവർക്ക് പോകാം. അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ജുമുഅ സൗകര്യം ഉണ്ടെങ്കിലും പോകാം. അത് ഉച്ചയ്ക്ക് ശേഷം സമയമായിട്ട്, ളുഹറിൻ്റെ സമയമായ ശേഷം, ജുമുഅൻ്റെ സമയമായ ശേഷം പോകാം, അല്ലെങ്കിൽ പോകാൻ പാടില്ല. വഹൽ യജൂസു ഖബില സവാലി, സവാലിൻ്റെ മുമ്പ് ജായിസാണോ? ഖാല അബു ഹനീഫത്ത വ മാലിക്കുൻ യജൂസു, അബു ഹനീഫ തങ്ങളും മാലിക് തങ്ങളും പറയുന്നത് സവാലിൻ്റെ മുമ്പ് തന്നെ ജായിസാണ്. സുബ്ഹിൻ്റെ ശേഷം സവാലിൻ്റെ ഉച്ചൻ്റെ മുമ്പായിട്ട് ജായിസാണ്. ജുമുഅ കിട്ടൂല എന്ന് കണ്ടാലും ജായിസാണ്. ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും അതാണ്. വലിശാഫിഈ ഫീഹി ഖൗലാൻ, ഇമാം ഷാഫി തങ്ങൾക്ക് ഇതിൽ 2 ഖൗലുണ്ട്. അസഹുമാ അദമുൽ ജവാസി, അതിൽ പ്രബല അസഹായത് ജായിസല്ല. അത് സവാലിൻ്റെ മുമ്പത്തെ കാര്യം, സുബ്ഹിൻ്റെ ശേഷം സവാലിൻ്റെ മുമ്പായിട്ട് തന്നെ അത് ജായിസല്ല. വഹുവ ഖൗലു അഹമ്മദ, ഇമാം അഹമ്മദ് തങ്ങളുടെ ഖൗലും അത് തന്നെയാണ്, ഹംബലി മദ്ഹബ്. നേരെ മറിച്ച് വഖാല ഫിൽ ഖദീമി യജൂസു, ഖദീമായ ഖൗല് ഷാഫി മദ്ഹബിൽ 2ാം ഖൗല് അസഹിൻ്റെ മുഖാബല ജായിസാണ്. വഹുവ ഖൗലു മാലിക്കിൻ, ഇമാം മാലിക് തങ്ങളുടെയും അബു ഹനീഫ തങ്ങളുടെയും അസ്ഹാബിൻ്റെ ഒക്കെ ഖൗല് ഈ ജായിസാണ് എന്നുള്ളതാണ്. റഹ്മത്തുല്ലുമ്മ പേജ് 48, ഹില്യത്തുൽ ഉലമ ഫി മഅരിഫത്തി മസാഹിബിൽ ഫുഖഹ, ഇമാം ഖഫാൽ തങ്ങളുടെ ഗ്രന്ഥം 1/292. വെള്ളിയാഴ്ച ജുമുഅ സലാം വീട്ടിയ ഉടനെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഇവ 7 പ്രാവശ്യം വീതം ചൊല്ലൽ സുന്നത്തുള്ളതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ കാണാം, വൻ യഖ്റഅ അഖീബ സലാമിഹി മിനൽ ജുമുഅത്തി, ജുമുഅയിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഖബ്ല യസ്നിയ റിജ്ലൈഹി, അവൻ്റെ 2 കാലിനെ മാറ്റം വരുത്തുന്നതിൻ്റെ മുമ്പ്. വഫീ റിവായത്തിൻ ഖബ്ല യതകല്ലമ, സംസാരിക്കുന്നതിൻ്റെ മുമ്പ് എന്ന് വേറൊരു റിവായത്തിലുണ്ട്. ഫാത്തിഹത്ത, ഫാത്തിഹ ഓത, അതുപോലെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എന്നിവയും ഓത 7 വട്ടം. ഖബ്ല യസ്നിയ റിജ്ലൈഹി എന്ന് പറഞ്ഞാൽ മുറാദു ബിഹി അൽ ബഖാഉ അലാ ഹൈഅത്തിഹി അല്ലതി സല്ലമ മിനസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോഴുള്ള ആ രൂപം ഏതാണോ ആ രൂപത്തിൻ്റെ മേൽ അവശേഷിക്കുക. വഹുവ അലൈഹ മിൻ ഇഫ്തിറാഷിൻ ഔ തവറുക്കിൻ ഔ ഗൈരിഹിമ, അവൻ ഏതൊരു ഹൈഅത്താണോ, ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണോ, തവറുക്കിൻ്റെ ഇരുത്തമാണോ, അതല്ലാത്ത വേറെ ഇരുത്തമാണോ, ആ ഇരുത്തത്തിൽ തന്നെ നിലകൊള്ളുക. അങ്ങനെ ആ ഇരുത്തത്തിൽ തന്നെ നിലകൊണ്ട് അവൻ ഇവ ഓതണം, അത് സുന്നത്താണ്. വഇദത്തഫഖ സലാത്തുൻ അലാ ജനാസത്തിൻ ഖബല തമാമി ദാലിക, ഇവ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ഒരു മയ്യത്ത് നമസ്കാരം അവിടെ യാദൃശ്ചികമായി വന്നുപെട്ടാൽ, ഉഗ്തിഫിറ ലഹു ഖിയാമുഹു ലിദാലിക, അതിനു വേണ്ടി നിൽക്കൽ അവനക്ക് പൊറുക്കപ്പെടും.
ഖാനലി അന്നവും മുഹിമുൻ, ഈ മയ്യത്ത് നമസ്കാരം മുഖ്യമായ ഒന്നാണ്. ഫലായബുഴുതു അയ്യക്കുന ഉഴുതറൻ, അപ്പം അതൊരു ഉഴുതറാവൽ വിദൂരം അല്ല, അകലെയല്ല, അത് ഉഴുതറാണ്. അപ്പോൾ ഏതുപോലെ തന്നെ കമാലായബുഴുതു ഉഴുതറൻ ലി ഇമാമിൻ, ഇങ്ങനെ എഴുന്നേൽക്കൽ ഇമാമിനുക്കും ഉഴുതർ ആവൽ വിദൂരമായതല്ല. എപ്പോ ഇങ്ങനെ മാറ്റം, ഈ ഹയ്യത്തിൽ നിന്ന് മാറ്റം വരുത്തൽ, സലാം വിട്ടുമ്പോഴുള്ള ആ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തൽ, അത് ഇമാമിനുക്കും ഉദറാണ്. ഇതാ ജഅല യമീനഹൂലിൽ ഖൗമി വ യസാറഹൂലിൽ ഖിബിലത്തി, അവൻ്റെ വലഭാഗം ജനങ്ങളിലേക്കും ഇടഭാഗം ഖിബിലയിലേക്കുമാക്കി അവൻ ഇരിക്കുമ്പോഴേ, കാരണം അന്ന ശാരിഅ ദഅ ഇലാ ദാലിക, ശാരിഅ റസൂലുള്ള ഇതിലേക്കാണ് അവനെ ക്ഷണിച്ചിട്ടുള്ളത്, ഇങ്ങനെ ഇരിക്കാൻ. അപ്പം അതുകൊണ്ട് ആ ഇരുത്തം ഇരുന്നാൽ അത് ഉഴുതറാണ്, അവനക്കും അതുകൊണ്ട് പ്രശ്നം വരികയില്ല. വഖദ് അഫ്താബി ദാലിക്കൽ മുനാവി, ഈ വിഷയത്തിൽ ഇമാം മുനാവി ഇങ്ങനെ ഫത്വ നൽകിയിട്ടുണ്ട്. ഫീമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ഒരാൾ പറയാണ് ബഅദ സ്വലാത്തയിൽ സുബ്ഹി വൽ മഗ്രിബി, മഗ്രിബ് സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം. ഫഇന്നഹു ഖാല മാ മഅനാഹു ഖൗലുഹു യഅനി ഫിൽ ഖബരി വഹുവ സാനിൻ രിജ്ലഹു എന്നാണല്ലോ അവിടെയുള്ളത്. സുബ്ഹി നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഉടനെയായി ഈ 10 വട്ടം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത് അവസാനം വരെ പറയണം. അവിടെയും രണ്ടു കാലും ആ വെച്ച ആ രൂപത്തിൽ തന്നെ വെച്ച രീതിയിൽ പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇമാം മുനാബി തങ്ങൾ ഫത്വ നൽകിയത് ഹാദാ ഫി ഗൈരിൽ ഇമാമി, അത് ഇമാമി അല്ലാത്തടത്താണ്, ഇമാം അല്ലാത്തവരിലാണ് അക്കാര്യം. അമ്മൽ ഇമാമു, അപ്പം ഇമാമി ഇദൽ തഫത്ത, അവൻ തിരിഞ്ഞാലും ഫഇന്നഹു യുസാബു സവാബൽ വാരിദ, ഈ ഹദീസിൽ ഈ പറഞ്ഞതിന് വാരിദായി വന്ന പ്രതിഫലം അവനക്ക് നൽകപ്പെടുന്നതാണ്. കൻലി അന്നഹു മഅദൂറുൻ, ഓ മഅദൂറാണ്, വിടുതിയുള്ളവനാണ്, പ്രതിബന്ധമുള്ളവനാണ്. അപ്പോൾ ഇക്കാര്യം തർശീഹ് 126 127 പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചയിൽ ഇങ്ങനെ ഒന്ന് സുന്നത്തുണ്ട്. ഇമാമിന് അതിനു വേണ്ടി നിർവഹിക്കാൻ വേണ്ടി സലാം വീട്ടിയ ഉടനെ തിരിഞ്ഞിരുന്നാലും ഈ ഹദീസിൽ പറഞ്ഞ കൂലി നഷ്ടപ്പെടുകയില്ല എന്ന് തർശീഹിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ബിഗിയ 49 ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ദിക്ർ ഹദീസുകളിലും ഫുഖഹായിൻ്റെ കലാമിലും ഒക്കെ 10 വട്ടം, അതുപോലെ തന്നെ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ്റെ കാല് ആ സലാം വീട്ടുമ്പോഴുള്ള അവസ്ഥയിൽ മാറ്റം വരുത്താതെ ഓതണം എന്ന ഉപാധി കൊടുത്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 വട്ടമുള്ളത്. അതേപോലെ തന്നെയാണ് ഈ 7 പ്രാവശ്യമുള്ള ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ്റെയും സ്ഥിതി. ലാകിൻ ലാ യഫൂതു ബി തഖ്ദീമി നഹ്വിൽ ഇസ്തിഗ്ഫാരി അലൈഹി, എന്നാൽ ഇസ്തിഗ്ഫാർ പോലത്തതിനെ മുന്തിക്കൽ കൊണ്ട് നഷ്ടപ്പെടൂല. ഇസ്തിഗ്ഫാർ അതുപോലെ തന്നെ എല്ലാ ദിക്റിനേക്കാണ് മുന്തിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. ഖാല ഫിൽ മജ്മൂഇ അനിൽ ഖാദി അബി തയ്യിബ് യുസന്നു അൻ യുഖദ്ദമ മിൻ ദാലിക്കൽ ഇസ്തിഗ്ഫാറു, ഈ നിസ്കാര ശേഷം കൊണ്ടുവരുന്ന ഏത് അദ്കാറും അതിനൊക്കെ മുമ്പ് ഇസ്തിഗ്ഫാറിനെ കൊണ്ടുവരണം എന്നാണ്. എന്നാൽ പെരുന്നാൾ തക്ബീർ ഇസ്തിഗ്ഫാറിൻ്റെയും മുമ്പ് കൊണ്ടുവരണം എന്നാണ് ഉള്ളത്. കാരണം നിസ്കാരത്തിൻ്റെ അദ്കാറിൽപ്പെട്ട ഇസ്തിഗ്ഫാർ അടക്കം അദ്കാറിനെ തൊട്ട് പിന്തിക്കൽ സുന്നത്താണ് തക്ബീറിനെ. ഏത് തക്ബീർ? മുർസലായ തക്ബീർ, മുഖയ്യദായ വലിയ പെരുന്നാൾക്ക് നിസ്കാരത്തിൻ്റെ ഉടനെയുള്ള തക്ബീർ, അത് അദ്കാറിനേക്കാണ് മുന്തിക്കണം എന്നാണ്. ഫയുഖദ്ദമു അല അദ്കാരി സ്വലാത്തി, വലിയ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ശേഷം കൊണ്ടുവരുന്ന തക്ബീർ നിസ്കാരത്തിൻ്റെ എല്ലാ ദിക്റുകളെക്കാണെയും മുന്തിക്കണം, ഇസ്തിഗ്ഫാർ വരെ അതിനേക്കാണ് മുന്തിക്കണം. അല്ലാത്ത സമയത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഏത് കൊണ്ടുവരികയാണെങ്കിലും അതിൻ്റെ മുമ്പ് ഇസ്തിഗ്ഫാറാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ടുവന്നത് കൊണ്ട് ഈ പറയപ്പെട്ട ഫാത്തിഹൻ്റെ പ്രതിഫലമോ
അതല്ലെങ്കിൽ ഈ 10 വട്ടമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളതിൻ്റെ പ്രതിഫലമോ നഷ്ടപ്പെടുകയില്ല എന്ന് സാരം. വമാറുവിയ മുത്തലക്കൻ യുഹമലു അലൽ മുഖയ്യദി, മുത്തലക്കായിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടതിനൊക്കെ ഈ മുഖയ്യദിൻ്റെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. വ യഫൂത്തു ബി തഹവുലിഹി വലോ ഇമാമൻ, അവൻ തെറ്റിയിരിക്കൽ കൊണ്ട് നഷ്ടപ്പെടും. അത് ഇമാമാണെങ്കിൽ പോലും നഷ്ടപ്പെടും. അസ്ലുസ്സവാബി ഔ കമാലുഹു, ഈ അമലുകളുടെ ഈ ദിക്റുകളുടെ സലാം കിട്ടിയാൽ ആ ഹൈഅത്തിൽ തന്നെ ആ രൂപത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആ ദിക്റുകൾക്ക് പറഞ്ഞ പ്രതിഫലത്തിൻ്റെ അടിസ്ഥാന പ്രതിഫലം നഷ്ടപ്പെടും, അല്ലെങ്കിൽ പൂർണ്ണത നഷ്ടപ്പെടും തെറ്റിയാൽ. അത് ഇമാമാണെങ്കിൽ പോലും തെറ്റിയാൽ നഷ്ടപ്പെടും എന്നാണ് ബിഗിയയിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ ബിഗിയയിൽ അങ്ങനെ കാണുന്നെങ്കിലും തർശീഹിൽ അത് ഉഴുതറാണ്, പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു പ്രബല വീക്ഷണമായി ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാവുക. ഇസ്തിഗ്ഫാർ എല്ലാത്തിനേക്കാൾ മുന്നേ കൊണ്ടുവരണം. വലിയ പെരുന്നാൾക്ക് നിസ്കാരങ്ങൾക്ക് ഉടനെ കൊണ്ടുവരുന്ന തക്ബീറുകൾ ഒഴിച്ച് അവിടെ തക്ബീറാണ് എല്ലാത്തിനേക്കാളും മുമ്പ് കൊണ്ടുവരേണ്ടതും. തുഹഫ ഷർവാനി സഹിതം 351, കുർദി 1, 262, ബിഗിയ 49, തർശീഹ് 126, 127.